എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ SSLC പരീക്ഷ മാർച്ച് 3-ാം തീയതി മുതൽ ആരംഭിക്കുകയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നന്നായിട്ട് പരീക്ഷ എഴുതുക, അതുപോലെ തന്നെ നന്നായിട്ട് സന്തോഷത്തോടെ പരീക്ഷ എഴുതുക. അതുപോലെ ഒരു പരീക്ഷ എഴുതി നിങ്ങൾക്ക് അതിൽ നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളത് കൊണ്ട് അത് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചിരിക്കാതെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സാധാരണ പരീക്ഷ പോലെ തന്നെയാണ് SSLC പരീക്ഷ. എന്നിരുന്നാലും നിങ്ങളുടെ പിന്നീടുള്ള തുടർ പഠനങ്ങൾ ഒക്കെ നിശ്ചയിക്കുന്നത് ഈ ഒരു SSLCയുടെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് +1 അഡ്മിഷന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് അഡ്മിഷൻ സാധ്യത വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പിന്നീട് ഈ ഒരു പല ജോലികൾക്കും നിങ്ങളുടെ SSLCയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഈ ഒരു ജോബ് നൽകാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം സ്കോർ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് SSLC പരീക്ഷയിൽ, അതായത് നിങ്ങൾക്ക് പല പരീക്ഷകളിലും നിങ്ങൾ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ഒരു അവസരം കണ്ടിട്ടുണ്ടാകും, അതായത് ഇമ്പ്രൂവ്മെൻറ്റ് എന്നുള്ള ആ ഒരു അവസരം ഉണ്ടാകും. എന്നാൽ SSLC പരീക്ഷയിൽ ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റിനുള്ള അവസരം ഇല്ല. ഈ ഒരു SSLCയിൽ സബ്ജക്റ്റ് തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സേ പരീക്ഷ മാത്രമാണ് ഉള്ളത്. SSLCയിൽ മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതായത് ഒരു SSLC പാസ്സായിട്ടുള്ള വിദ്യാർത്ഥിക്ക് പിന്നീട് മാർക്ക് വർദ്ധിപ്പിക്കാനുള്ള യാതൊരുവിധ സാഹചര്യവും ഉണ്ടാവില്ല. ആ ഒരു വിദ്യാർത്ഥിക്ക് കൂട്ടിയ മാർക്ക് കുറഞ്ഞു പോവുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ റീവാലേഷൻ അല്ലെങ്കിൽ സ്ക്രൂട്ടിനി അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എന്നിങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ഈ ഒരു പരിശോധനകൾക്ക് മാത്രമാണ് അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ആബ്സെൻ്റ് ആയിട്ടുള്ളവർക്കും അതുപോലെ തന്നെ ഏതെങ്കിലുമൊക്കെ സബ്ജക്റ്റ് ഫെയിൽഡ് ആയവർക്കും മാത്രമാണ് പിന്നീട് സേ പരീക്ഷ എഴുതാനുള്ള അവസരം ഉണ്ടായിരിക്കുക. ഈ ഒരു മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവില്ല. കാരണം പല വിദ്യാർത്ഥികളും ഇപ്പോൾ ചോദിക്കുന്നതാണ്, SSLC പഠിക്കുന്ന സമയത്ത് മാർക്ക് കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു, അത് പിന്നീട് ഇനി മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് വീണ്ടും ആ ഒരു പരീക്ഷ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഒരു തവണ മാത്രമാണ് SSLC ജയിക്കാനായിട്ട്, അതായത് ജയിക്കാനായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുക. SSLC പാസ്സായിട്ടുള്ള വിദ്യാർത്ഥിക്ക് യാതൊരു കാരണവശാലും മാർക്ക് വർദ്ധിപ്പിക്കാനോ അല്ലെങ്കിൽ SSLC ഏത് സബ്ജക്റ്റാണോ നിങ്ങൾ ജയിച്ചിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിൻ്റെ മാർക്ക് വർദ്ധിപ്പിക്കാനായിട്ട് പിന്നീട് യാതൊരു വിധത്തിലുള്ള അവസരം കിട്ടുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങളെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. ഇനി നമുക്ക് എത്ര മാർക്കാണ് ജയിക്കാനായിട്ട് മാർക്ക് വാങ്ങിക്കേണ്ടത് എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾക്ക് ഇതിനു മുൻപായിട്ട് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനിമം മാർക്ക് ഏർപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിനിമം മാർക്ക് എന്ന് പറയുന്നത് 40-ൽ ഈ ഒരു 40-ൻ്റെ 30% ആയിട്ടുള്ള 12 മാർക്കും, അതുപോലെ 80 എഴുത്ത് പരീക്ഷയാണ്, ഇത് എഴുത്ത് പരീക്ഷയാണ്, ഇതിനോടൊപ്പം ഈ ഒരു 80-ൽ 24 മാർക്ക് വായിക്കണം എന്നുള്ള ഈ ഒരു രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ വർഷം ഈ ഒരു രീതിയിലുള്ള മിനിമം മാർക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. അതായത് ഇത്തവണയും നിങ്ങൾക്ക് ഇതിനോടൊപ്പം CE മാർക്ക് ഉൾപ്പെടെ കൂട്ടിയിട്ടാണ്. നേരത്തെ വിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു CE മാർക്ക് കൂട്ടാതെ ഈ ഒരു 30% മാർക്ക് വായിക്കണം എന്നായിരുന്നു. എന്നാൽ അത് സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ വിജയ ശതമാനം ഇത് ഈ ഒരു രീതിയിൽ മിനിമം മാർക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം 90 എബോവ് ഉള്ള ആ ഒരു വിജയ ശതമാനം പിന്നീട് കുറയുന്നത് കൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ നിലവിലെ ആ ഒരു സിസ്റ്റം പ്രകാരം ഈ ഒരു CE ഉൾപ്പെടെയുള്ള പാസ് മാർക്കാണ്, അതായത് മിനിമം മാർക്ക് ഏർപ്പെടുത്താതെയാണ് ഇത്തവണയും ഈ ഒരു SSLCയുടെ പാസ് മാർക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് ഈ ഒരു എത്ര മാർക്ക് നേടണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ ഒരു 40 മാർക്കിനോടൊപ്പം ഈ ഒരു 10 മാർക്ക് CE കൂട്ടിയിട്ട് ടോട്ടൽ 50-ലാണ് മാർക്ക് വരിക. 50-ൽ 15 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ ഈ ഒരു 80 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ 80-ഉം അതിനോടൊപ്പം 20 മാർക്ക് CE, ടോട്ടൽ 100 മാർക്കിലാണ് വരിക. അപ്പോൾ ഈ ഒരു 100-ൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് 24 30 മാർക്കാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ 100 ഈ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ഈ ഒരു ജയിക്കാനായിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ CE ഉൾപ്പെടെയുള്ള മാർക്കാണ് ഈ ഒരു ജയിക്കാനായിട്ട് 30 മാർക്ക്. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ 15 മാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 50-ലാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു 50 മാർക്കിൽ ജയിക്കാൻ വേണ്ടത് 15-ഉം 100 മാർക്കിൽ ജയിക്കാൻ വേണ്ടത് 30 മാർക്കുമാണ് ജയിക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം CE മാർക്ക് കിട്ടുന്നോ അതനുസരിച്ചിട്ടായിരിക്കും ആ ഒരു വിദ്യാർത്ഥി എഴുത്ത് പരീക്ഷയിൽ എത്രത്തോളം മാർക്ക് വാങ്ങിക്കണം എന്നുള്ളത് പറയാൻ സാധിക്കുക. കാരണം പല വിദ്യാർത്ഥികളും നിങ്ങൾക്ക് എഴുത്ത് പരീക്ഷയിൽ എത്ര മാർക്ക് വാങ്ങിക്കണം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് 40-ൽ 10 മാർക്കാണ് ഇതിനോടൊപ്പം CE വരുന്നത്. അപ്പോൾ ഒരു വിദ്യാർത്ഥിക്ക് ഇപ്പോൾ 10 മാർക്ക് CE മാർക്ക് ഫുള്ള് കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 5 മാർക്ക് മാത്രം എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ പാസ്സാവും. എന്നാൽ ഒരു വിദ്യാർത്ഥിക്ക് ആകെ 8 മാർക്ക് മാത്രമേ CE മാർക്ക് കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് 7 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിക്കണം. അതേസമയം ഒരു വിദ്യാർത്ഥിക്ക് ആകെ 2 മാർക്ക് മാത്രമേ CE കൊടുക്കുന്നുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നിർബന്ധമായിട്ടും വാങ്ങിക്കേണ്ട മാർക്ക് എന്ന് പറയുന്നത് ഒരു 13 മാർക്ക് ആ ഒരു വിദ്യാർത്ഥി എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചിരിക്കണം. ഈ ഒരു രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് എത്രത്തോളം CE മാർക്ക് കിട്ടുന്നുവോ അതിനെ ആ ഒരു കിട്ടിയ CE 15 മാർക്കിൽ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുന്നോ അതായിരിക്കും ആ ഒരു വിദ്യാർത്ഥിക്ക് ജയിക്കാൻ വേണ്ട അല്ലെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി നേടേണ്ട മിനിമം മാർക്ക് എന്ന് പറയുന്നത്. അതുപോലെ ഒരു വിദ്യാർത്ഥിക്ക് ഈ ഒരു
80 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ ഉദാഹരണത്തിന് സോഷ്യൽ സയൻസ് എടുക്കാം. സോഷ്യൽ സയൻസിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് CE കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 10 മാർക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ജയിക്കും. അതേസമയം ആ ഒരു വിദ്യാർത്ഥിക്ക് 20 മാർക്ക് കിട്ടിയിട്ടില്ല, ആകെ ആ ഒരു വിദ്യാർത്ഥിക്ക് 5 മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന് കരുതുക. 5 മാർക്ക് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 25 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. അതേസമയം ആ ഒരു വിദ്യാർത്ഥിക്ക് 10 മാർക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ ഒരു വിദ്യാർത്ഥി 20 മാർക്ക് വായിച്ചാൽ മതിയാകും. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് എത്രത്തോളം CE മാർക്ക് കിട്ടുന്നുവോ അതിനെ ഈ ഒരു ജയിക്കാൻ വേണ്ട ഈ ഒരു 15 മാർക്കിൽ നിന്നാണോ, അതായത് 40 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 15ൽ നിന്നും നിങ്ങൾക്ക് എത്ര CE കിട്ടി എന്നുള്ളതനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കുറഞ്ഞ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ വായിച്ചാൽ മതിയാകും. അതുപോലെ 30 മാർക്ക് ജയിക്കാൻ വേണ്ട സ്ഥാനത്ത് നിങ്ങൾക്ക് 20 ഫുൾ CE കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിൽ 10 മാർക്ക് എഴുത്ത് പരീക്ഷയിൽ വാങ്ങിച്ചാൽ മതിയാകും. അതായത് മിനിമം ജസ്റ്റ് ഒരു 5-10 മാർക്ക് നിങ്ങൾക്ക്, അതായത് 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 5 മാർക്കും, അതുപോലെ 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അത് 10 മാർക്കും മിനിമം നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു 5-10 മാർക്ക് വായിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മിനിമം ഒരു A+ അല്ലെങ്കിൽ ഒരു A ഗ്രേഡോ അല്ലെങ്കിൽ മിനിമം ഒരു BO B+ നേടുക എന്നുള്ളതാണ്. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങൾക്ക് ഈ ഒരു ജസ്റ്റ് ജയിക്കുക എന്നുള്ളതായിരിക്കും പല വിദ്യാർത്ഥികളുടെയും ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് പാസ് കൊണ്ട് ജയിച്ചത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് യാതൊരു വിധത്തിലുള്ള ഉപകാരവും ഭാവിയിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള കുറച്ച് സമയമെങ്കിലും നിങ്ങൾ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പരീക്ഷ കഴിഞ്ഞ ശേഷം നിങ്ങൾ ബുക്ക് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് ഇത്രയും ഈസി ആയതോ ആ ഒരു സമയത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ മാർക്ക് നേടാമായിരുന്നു, ഇനി മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ അവസരം കിട്ടുമോ എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചിന്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എല്ലാവരും ആ ഒരു രീതിയിലാണ് ചിന്തിക്കുക. കാരണം പരീക്ഷയുടെ സമയത്ത് അത് പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്, ഇനി ഇത് എന്നെക്കൊണ്ട് പഠിച്ചാൽ സാധിക്കില്ല എന്നൊക്കെ പല വിദ്യാർത്ഥികളും ചിന്തിക്കും. എന്നാൽ പരീക്ഷ കഴിഞ്ഞ ശേഷം ആ ഒരു ബുക്കൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത്രയും ഈസിയുള്ള ആ ഒരു സബ്ജക്റ്റാണോ ഞാൻ ആ ഒരു സമയത്ത് പഠിക്കാതിരുന്നത്, ഇനി ഒരു തവണ കൂടി അവസരം കിട്ടുകയാണെങ്കിൽ നന്നായിട്ട് എഴുതിയിട്ട് മാർക്ക് വാങ്ങിക്കുമെന്നൊക്കെ പല വിദ്യാർത്ഥികളും ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് SSLC പരീക്ഷയിൽ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവില്ല. അതായത് നിങ്ങൾക്ക് ജയിച്ചൊരു വിദ്യാർത്ഥിക്ക് ആ ഒരു ജയിച്ച സബ്ജക്റ്റിൻ്റെ മാർക്ക് കൂട്ടാനോ അല്ലെങ്കിൽ അതായത് കൂട്ടാനോ സാധിക്കില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് SSLC പരീക്ഷ എഴുതുന്ന 99 and above വിദ്യാർത്ഥികൾ പാസ്സാവാറുണ്ട്. അതായത് ജസ്റ്റ് മിനിമം പാസ് മാർക്കെങ്കിലും വാങ്ങിച്ച് പാസ്സാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു മാർച്ചിൽ വരുന്ന, അതായത് മാർച്ച് 3 മുതൽ ആരംഭിക്കുന്ന ഈ ഒരു പരീക്ഷയിൽ നിങ്ങൾ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ മാർച്ച് 3 മുതൽ ആരംഭിക്കുന്ന പരീക്ഷയിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക, കൂടുതൽ മാർക്ക് വാങ്ങിക്കുക. നിങ്ങൾക്ക് ജയിക്കാനായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ എഴുത്ത് പരീക്ഷയിൽ നിങ്ങൾക്കൊരു 5-10 മാർക്ക് കിട്ടിയാൽ മതിയാകും. എന്നാൽ നിങ്ങൾക്ക് ഫുൾ CE കിട്ടുകയാണെങ്കിലാണ് ഈ ഒരു മാർക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്രത്തോളം CE മാർക്ക് കുറയുന്നു, അതായത് നിങ്ങൾക്ക് സാധാരണ ഒരു വിദ്യാർത്ഥിക്ക് മിനിമം 8 മാർക്കെങ്കിലും 10 മാർക്ക് CE ഉള്ള സ്ഥാനത്ത് കൊടുക്കാറുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം, അതായത് ഏതൊക്കെ വിഷയങ്ങൾക്ക് എത്ര മാർക്കാണ് CE ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് കാണാം. ഇവിടെ നിങ്ങൾ CE എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം, എഴുത്ത് പരീക്ഷ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. ഒരു വിദ്യാർത്ഥിക്ക് മിനിമം ഏകദേശം ഈ ഒരു 10 മാർക്ക് CE ഉള്ള ആ ഒരു CE മാർക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ അവിടെ മിനിമം ഒരു വിദ്യാർത്ഥിക്ക് ഒരു 8 മാർക്കെങ്കിലും മിനിമം ടീച്ചേഴ്സ് നൽകാറുണ്ട്. അതുപോലെ 20 മാർക്കിൻ്റെ ആ ഒരു CE കിട്ടുന്ന സബ്ജക്റ്റുകളിൽ, അതായത് 20 മാർക്ക് CE കിട്ടുന്ന ആ ഒരു സബ്ജക്റ്റുകളിൽ വിദ്യാർത്ഥികൾക്ക് മിനിമം ഒരു 18 അല്ലെങ്കിൽ 16 മാർക്കൊക്കെ ടീച്ചേഴ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്ക് ഒരു മിനിമം നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 5-10 മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ല. ഒരു 40 മാർക്കിൻ്റെ വിഷയം ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏകദേശം മിനിമം ഒരു 40 മാർക്ക് എഴുത്ത് പരീക്ഷ വരുന്ന വിവിധ വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് മിനിമം 30 മാർക്കെങ്കിലും നിങ്ങൾ എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ 30 അതിന് മുകളിൽ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ 80 മാർക്കിൽ വരുന്ന ഇംഗ്ലീഷ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസ്, അതുപോലെ ഗണിതശാസ്ത്രം എന്നിവയ്ക്ക് നിങ്ങൾ മിനിമം ഒരു 80ൽ ഒരു 60 മാർക്കെങ്കിലും വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമുള്ളൂ. അതായത് ഈ 40 മാർക്കിൻ്റെ എഴുത്ത് പരീക്ഷയിൽ 30ഉം അതുപോലെ 80 മാർക്കിൻ്റെ വിഷയങ്ങളിൽ നിങ്ങൾക്ക് ഒരു മിനിമം ഒരു 60 മാർക്കെങ്കിലും നിങ്ങൾ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക, അതായത് എഴുതിയിട്ട് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു 30, 60 അതിൽ കൂടുതൽ എത്രത്തോളം നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുമോ അത്രത്തോളം മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിലവിൽ നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ഉണ്ടാവുക. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പരീക്ഷ കഴിഞ്ഞ ശേഷമായിരിക്കും നിങ്ങൾ ചിന്തിക്കുക ഇനിയും കൂടുതൽ മാർക്ക് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു ആ ഒരു സമയം പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു വിഷയത്തിൻ്റെ പരീക്ഷ കഴിഞ്ഞാൽ അതിൽ വേണ്ടത്ര രീതിയിൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എഴുതിയ ഉത്തരം തെറ്റിപ്പോയി എന്നുള്ളത് നിങ്ങൾ പ്രത്യേകിച്ച് അത് പരിശോധിക്കാൻ നിൽക്കാതെ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യുക. അതിനുശേഷം അതിൽ കൂടുതൽ കോൺസ്റ്റൻ്റ്, അതായത് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ അതിൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം മാർക്ക് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുന്നുവോ അതനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്.
അതുപോലെ തന്നെ ഓരോ പരീക്ഷ കഴിയുന്ന സമയത്ത് മാർക്ക് കുറയുമോ എന്നുള്ള പേടി ആവശ്യമില്ല. കാരണം ഒരു പരീക്ഷ നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് അതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് വരുന്ന സമയത്ത് ആ ഒരു റിസൾട്ട് നോക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എഴുതി കഴിഞ്ഞ പരീക്ഷയെക്കുറിച്ച് പ്രത്യേകിച്ച് ആലോചിക്കാതെ പിന്നീട് വരുന്ന പരീക്ഷകൾക്ക് കൂടുതൽ മുൻഗണന നൽകി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് A+ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട മാർക്ക് എന്ന് പറയുന്നത് 90 മുതൽ 100% വരെയാണ്. അതായത് 80 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ ഏകദേശം ഒരു 75 മാർക്ക്, അതുപോലെ തന്നെ 40 മാർക്കിൻ്റെ വിഷയമാണെങ്കിൽ അതിൽ 35 മാർക്ക്. ഈ ഒരു രീതിയിൽ മാർക്ക് വാങ്ങിക്കുകയും നിങ്ങൾക്ക് ഫുൾ CE മാർക്ക് ഇതിനോടൊപ്പം കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് A+ ആയിട്ട് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ റിസൾട്ട് വന്ന ശേഷം നിങ്ങൾക്ക് അതിൽ മാർക്ക് എന്തെങ്കിലും കുറയുകയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച മാർക്ക് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ നിങ്ങളുടെ SSLC പരീക്ഷ നന്നായിട്ട് പഠിച്ചിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.